നമസ്കാരം. ബി.ജെ.പി. സംസ്ഥാന സോഷ്യൽ മീഡിയ പ്രഭാരിയായ യുവമോർച്ച മുൻ ദേശീയ സെക്രട്ടറി അനൂപ് ആന്റണിയെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നിയമിക്കുന്നത് നൽകുന്ന സന്ദേശം സംസ്ഥാന നേതൃത്വത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന സൂചനയാണ്. ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പലരും സംസ്ഥാനത്തേക്ക് മടങ്ങിയെത്താനുള്ള സാധ്യതയുമുണ്ട്. ക്രൈസ്തവ വോട്ടുകൾ ഉറപ്പിക്കുന്ന തരത്തിലെ ഇടപെടലുമുണ്ടാകും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായിരുന്നു. മികച്ച വോട്ടുയർച്ചയാണ് അമ്പലപ്പുഴയിൽ ബി.ജെ.പിക്കായി അനൂപ് സാധ്യമാക്കിയത്. അനൂപ് ആന്റണി എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ്. വിവേകാനന്ദ കേന്ദ്രവും വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷനുമായി ചേർന്ന് ഏതാനും വർഷങ്ങൾ പ്രവർത്തിച്ചതിനു ശേഷം 2011 ബി.ജെ.പിയിൽ ചേർന്നു. മുതിർന്ന നേതാവ് എൽ.കെ. അദ്വാനി 2011 നടത്തിയ ജൻചേതൻ യാത്രയിൽ അംഗമായിരുന്നു. പാർട്ടി നയരേഖകളുടെ കരട് തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ ബൗദ്ധിക വിഭാഗം സെല്ലിലും പ്രവർത്തിച്ചു. 2017 പൂനം മഹാജൻ പ്രസിഡന്റായിരുന്നപ്പോൾ യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറിയായി. നിലവിൽ ബി.ജെ.പി. സംസ്ഥാന സമിതി അംഗമാണ്. ബി.ജെ.പിക്ക് വേണ്ടി ദേശീയ തലത്തിൽ നയരേഖകളുടെ കരട് തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച അദ്ദേഹം പാർട്ടിയുടെ ബൗദ്ധിക വിഭാഗം സെല്ലിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അമ്പലപ്പുഴയിൽ കാലങ്ങളായി പരമ്പരാഗത ക്രിസ്ത്യൻ വോട്ടുകൾ കോൺഗ്രസിലേക്കാണ് പോയിരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ തവണ ബി.ജെ.പിയിലേക്ക് അടുപ്പിച്ചതും അനൂപ് ആന്റണിയായിരുന്നു. അടിമുടി യുവ നേതൃത്വം ബി.ജെ.പിയിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ വരുമെന്നാണ് സൂചന. ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടന 2 ആഴ്ചയ്ക്കുള്ളിൽ ഉണ്ടായേക്കും. 4 ജനറൽ സെക്രട്ടറിമാർ, 10 വൈസ് പ്രസിഡന്റുമാർ, 10 സെക്രട്ടറിമാർ, ട്രഷറർ എന്നിവരടങ്ങുന്നതാണ് സംസ്ഥാന ഭാരവാഹി പട്ടിക. പുതിയ ഭാരവാഹികൾ എത്തുന്നതുവരെ നിലവിലുള്ള ഭാരവാഹികൾ തുടരാനാണ് ധാരണ. നിലവിൽ എം.ടി. രമേശ്, പി. സുധീർ, സി. കൃഷ്ണകുമാർ എന്നിവരാണ് ജനറൽ സെക്രട്ടറിമാർ. ജനറൽ സെക്രട്ടറിയായിരുന്ന ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയായതോടെ ആ ഒഴിവും നിലവിലുണ്ട്. അതിൽ ആരെയൊക്കെ നിലനിർത്തുമെന്നതും പുതിയതായി ആരെ ഉൾപ്പെടുത്തുമെന്നതും രാജീവ് ചന്ദ്രശേഖർ തീരുമാനിക്കും. തലസ്ഥാനത്തു നിന്നും പ്രവർത്തനം ഏകോപിപ്പിക്കാൻ മികവുള്ള ഒരു ജനറൽ സെക്രട്ടറി വേണമെന്ന തീരുമാനമുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉടനെത്തും. ഇവിടെ നവ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കി വോട്ടുയർത്താനാണ് നീക്കം. RSS നിയോഗിക്കുന്ന സംഘടനാ ജനറൽ സെക്രട്ടറിയും വരും. മെയ് മാസത്തിനു ശേഷമേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ. 10 വൈസ് പ്രസിഡന്റുമാരുണ്ടായിരുന്നെങ്കിലും പകുതി പേര് മുൻനിര പ്രവർത്തനത്തിന് എത്തിയില്ലെന്ന പരാതി കെ. സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. ജില്ലാ കമ്മിറ്റികളിൽ പ്രസിഡന്റ് മാത്രമാണ് നിലവിലുള്ളത്. ജില്ലാ കമ്മിറ്റി രൂപീകരിക്കാനും ഭാരവാഹികളെ നിശ്ചയിക്കാനും സംസ്ഥാന പ്രസിഡന്റ് ജില്ലാ നേതൃത്വവുമായി ചർച്ച ചെയ്യേണ്ടി വരും. ജില്ലാ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തതിൽ തന്നെ പരാതി നിലനിൽക്കുന്നുണ്ട്. ജില്ലാ ഭാരവാഹികളെ നിശ്ചയിക്കുമ്പോൾ ഈ പരാതികൾക്ക് പരിഹാരവും കണ്ടെത്തേണ്ടി വരും. ജില്ലാ ഭാരവാഹികളെ ഈ സാഹചര്യത്തിൽ ഏപ്രിൽ പകുതിയോടെ പ്രഖ്യാപിക്കും. അതിനുശേഷം മതി പുതിയ സംസ്ഥാന ഭാരവാഹികൾ എന്ന ചിന്തയും ബി.ജെ.പിയിലുണ്ട്. RSS നേതൃത്വവുമായി സംസാരിച്ചാകും ഇക്കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുക. പല നേതാക്കളോടും ഗ്രൂപ്പുകളോടും കൂറു പുലർത്തുന്ന കേരളത്തിലെ ബി.ജെ.പിയെ ഒന്നാകെ ചലിപ്പിക്കുക എന്നതാണ് രാജീവ് ചന്ദ്രശേഖറിന് മുന്നിലെ മറ്റൊരു പ്രധാന ദൗത്യം. 14 നിന്നും 30 ഉയർന്ന ജില്ലാ അധ്യക്ഷന്മാരുമായി തുടർ ചർച്ചകൾ രാജീവ് തുടങ്ങിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ബൂത്ത് സമിതികളെ സജ്ജമാക്കാൻ അധികം സമയമില്ലെന്നും അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സ്വീകരിച്ച മാതൃകയിൽ പ്രൊഫഷണൽ ടീം രൂപീകരിക്കുകയാണ് അടുത്ത പരിപാടി.